സമരാഗ്നി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഇതൊരു ചാൻസാണ്. ഈ ചാൻസ് വിട്ടുകളഞ്ഞാൽ പിന്നെ കോൺഗ്രസ് ഇല്ല. അത് ദേശീയ രാഷ്ട്രീയത്തിലായാലും കേരളത്തിലായാലും. കൂടെ നിൽക്കുന്ന ലീഗ് പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പെർഫോമൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ലീഗൊക്കെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ്. 20-20 എന്നൊക്കെ പറയുന്നത് അത് വളരെ വിദൂരമായ സാധ്യത മാത്രമാണ്. കാരണം LDFനെ അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. 20 മണ്ഡലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ അത് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇത്തവണ നിർണായക ഘടകമായി മാറും. കാരണം UDFിൽ നിന്ന് എത്ര ഊറ്റിയെടുക്കുന്നു അതിനനുസരിച്ച് LDFന് മറുഭാഗത്ത് സാധ്യത കൂടുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല വികാരം വന്നപ്പോൾ BJP അതിനുവേണ്ടി വാദിക്കുന്നു, എന്നാൽ വോട്ട് UDF കൊണ്ടുപോകുന്നു, അവർ 19 സീറ്റുകളിൽ ജയിക്കുന്നു. അതാണ് കണ്ടതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു എടുത്തു പറയാവുന്ന ഒരു വിഷയമല്ല. സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതാണ് കോൺഗ്രസിന് ഇപ്പോൾ എടുത്ത് പിടിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധം. ഒരു സമ്മേളനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ആളെ കൂട്ടാൻ എളുപ്പമാണ്. പക്ഷേ വരും ദിവസങ്ങളിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു വിജയമായിട്ട് കാണാൻ കഴിയുക. ഒന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കാൻ പോകുന്ന സമ്മേളനം, തൃശ്ശൂർ തേക്കിൻകാട് മൈതാനം, കൊച്ചി മറൈൻ ഡ്രൈവ്, തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനം, ഈ 4 ഇടങ്ങളിലെ സമ്മേളനങ്ങളിൽ വരാൻ പോകുന്ന ആൾക്കൂട്ടം അത് കൃത്യമായി ഒരു നല്ല സൂചന തന്നെ തരാൻ പോവുകയാണ്. സ്ത്രീകൾ, ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർ, കലാസാഹിത്യ രംഗത്തെ പ്രമുഖർ, പോലീസിന്റെയും മാഫിയകളുടെയും അക്രമത്തിനിരയായവർ, ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾ, ലൈഫ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പദ്ധതിയിൽ നിന്ന് തഴയപ്പെട്ടവർ, പിന്നെ മറിയക്കുട്ടി ചേച്ചിയെ പോലെയുള്ള സാമൂഹിക ക്ഷേമ പെൻഷനെ കുറിച്ച് പറയാൻ കഴിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു ക്രൗഡിനെ ആയിരിക്കും കോൺഗ്രസ് ഈ പരിപാടിയിൽ ഉടനീളം അണിനിരത്താൻ പോവുക. രാഹുൽ ഗാന്ധി തുടങ്ങിയ യാത്ര നഷ്ടത്തോട് നഷ്ടം നേരിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിലേക്ക് ചെന്നപ്പോൾ അത് പോകുന്നു, ബംഗാളിലേക്ക് ചെന്നപ്പോൾ അത് പോകുന്നു, അങ്ങനെ നഷ്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്ര. പക്ഷേ സമരാഗ്നി കേരളത്തിൽ UDFനെ അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. ഒന്നിച്ചിറങ്ങിയാൽ കോൺഗ്രസിന് ഈ സമരാഗ്നി കൊണ്ട് പ്രയോജനമുണ്ടാകും. അല്ലാതെ ഒരാൾ ഒന്ന് പറയുകയും മറ്റേയാൾ മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയാൽ കോൺഗ്രസിന് സമരാഗ്നിയല്ല എന്ത് അഗ്നി ജ്വലിപ്പിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടാകില്ല. കേരളത്തിൽ ഉള്ളത് പിടിച്ചു നിർത്താനെങ്കിലും സമരാഗ്നി കൊണ്ട് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ 20-20 എന്ന് പറയുന്നത് സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല.